ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം റോഡിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായ ഈ ഭാഗം പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടുണ്ട്. കയറ്റങ്ങളും ഇറക്കങ്ങളും പരമാവധി ഒഴിവാക്കുന്നതിനായി കുന്നുകൾ വെട്ടിയെടുത്ത് സോയിൽ നൈലിംഗ് ചെയ്തുകൊണ്ട് ഉറപ്പുവരുത്തിയാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തകർച്ചകളോ തടസ്സങ്ങളോ ഇല്ലാതെ തുടർച്ചയായുള്ള റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായ യാത്രയുടെ സംതൃപ്തി നൽകുന്നതാണ്. വേഗത്തിലും സുഖകരമായ രീതിയിലും യാത്ര ഒരുക്കുന്ന ഇത്തരം റോഡുകളിലൂടെ പോകുമ്പോൾ ചെറിയ തുക ടോൾ നൽകിയാലും അതൊരു നഷ്ടമായി തോന്നില്ല. സിഗ്നൽ രഹിതമായ നോൺ സ്റ്റോപ്പ് യാത്ര പ്രദാനം ചെയ്യുന്ന ഈ പാത കേരളത്തിന് പുതിയൊരു യാത്രാനുഭവം തന്നെയാണ് നൽകുന്നത്. കോട്ടക്കലിനടുത്തുള്ള വയഡക്റ്റ് പാലത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന സൗകര്യത്തോടെ നിർമ്മിക്കുന്ന പാതകൾ ഏതൊരു പ്രദേശത്തിൻ്റെയും വികസനത്തിനായി ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാഥമിക അടിസ്ഥാന സൗകര്യമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന നാഡിയാണ് ആ രാജ്യത്തെ റോഡുകൾ. ഉന്നത ഗുണനിലവാരത്തിൽ നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ പണി പൂർത്തിയാകുന്നതോടെ കേരളത്തിൻ്റെ തെക്കുനിന്ന് വടക്ക് വരെ വളരെ വേഗത്തിൽ എത്തിച്ചേരാനായി സാധിക്കും. മുമ്പ് ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സമയനഷ്ടവും ഇന്ധനനഷ്ടവും പരമാവധി കുറച്ച് പൂർണ്ണമായ കാര്യക്ഷമതയോടെ വളരെ പെട്ടെന്ന് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയും. സർവീസ് റോഡുകളിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുന്നതിനായി ചില പ്രത്യേക സ്ഥലങ്ങളിൽ റോഡിൽ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായി രേഖപ്പെടുത്തിയ എൻട്രി പോയിന്റിലൂടെ മാത്രമേ ദേശീയപാതയിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതുപോലെ ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതിനും എക്സിറ്റ് പോയിന്റുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവശങ്ങളിലേക്കും 3 വീതം ട്രാക്കുകളുള്ള 6 വരി പാതയാണ് ഇത്. 3 വരി പാതയിൽ മധ്യത്തിലുള്ളതാണ് സ്പീഡ് ട്രാക്ക്. ഏറ്റവും വലതുവശത്തുള്ളത് എമർജൻസി ട്രാക്കായാണ് ഉപയോഗിക്കുന്നത്. ഈ ട്രാക്ക് എപ്പോഴും ഒഴിച്ചിടണം. അത്യാവശ്യ സമയങ്ങളിൽ ഓവർടേക്ക് ചെയ്യുന്നതിനായി ഉപയോഗിക്കാമെങ്കിലും പെട്ടെന്ന് തന്നെ ആ ട്രാക്കിൽ നിന്നും മറ്റു ട്രാക്കുകളിലേക്ക് മാറണം. റോഡിൽ തുടർച്ചയായി വിളക്കുകളും നിശ്ചിത ഇടവേളകളിലും പ്രത്യേക പോയിന്റുകളിലുമായി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയപാത 66 പണി കേരളത്തിൽ പൂർണ്ണമായും കഴിയുന്നതോടെ ഉയർന്ന നിലവാരത്തിലുള്ള യാത്രാനുഭവം മലയാളികൾക്കും പ്രാപ്യമാകും.